ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ ഗെയിമിംഗ് വൈറ്റി ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കരിയർ മാച്ച് കളിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ മാച്ച് ക്ലിയർ മൗണ്ടിൻ്റെ ഒപ്പമാണ്. അപ്പോൾ ഏതായാലും ഞാൻ ഈ എപ്പിസോഡ് 1 എപ്പിസോഡ് 2 ഇനി ഞാൻ ഈ വീഡിയോ ഇടുന്നത് എപ്പിസോഡ് 2 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ അതിനൊക്കെ വേണ്ടിയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ഇത് കരിയർ മാച്ച് 3 ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. കരിയർ മാച്ച് 3. ഇപ്പം നമുക്ക് കളി തുടങ്ങാം. ന്യൂനമെൻറ്റസിന് എനർജി ഇല്ല, ഞാൻ ആളെ മാറ്റാൻ വന്നു. സോറി ഗൈസ്. അങ്ങനെ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് പോയ ശേഷം നമുക്ക് പിടിക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ എൻ്റെ എല്ലാ വീഡിയോക്ക് വേണ്ടിയിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുകൊണ്ട് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റുള്ളൂ. ഇത് ഗ്യാവിൻ്റെ ലോങ് ഷൂട്ടുണ്ട്, പക്ഷെ അതും പുറത്തേക്കാണ്. എല്ലാതും പുറത്തേക്കാണ്. ഇപ്പം 2 ഷൂട്ട് അടിച്ചു പോയത്, 2 നമ്മൾ പുറത്തേക്ക് അടിച്ചിട്ടുള്ളത്. ഇത് അവരെ ബിൽഡിങ് ക്ലിയർ മൗണ്ടിൻ്റെ ഒപ്പമാണ് നമ്മൾ മാച്ച് കളിക്കുന്നത്. ഇത് ലുക്മാൻ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പോകുന്നു, പക്ഷെ അത് ഫോളോ ആയി മാറുന്നു. ഇതാ അവർക്ക് ഫ്രീ കിട്ടുന്നു. ഹരിമഗോദ് വെർണർ പാസ് എടുക്കാൻ വെച്ചാൽ മിസ്പാസ് ആവുന്നു. ഹിബോബിൻ്റെ പന്ത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു ക്ലിയർ മൗണ്ട് പ്ലെയർ. വീണ്ടും പക്ഷെ അത് വീണ്ടും ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വീണ്ടും അതാ കളി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഇതാ കോഫാൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. ഗാവി ടു കൗഫാൾ ടു ലുക്മാൻ ഗോൾ. ഒരു അടിപൊളി മാച്ച്, ഒരു അടിപൊളി ടിക്കറ്റൊക്കെയോടെ നമ്മളൊരു അടിപൊളി ഗോൾ അടിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഗോൾ നില എന്ന് പറഞ്ഞാൽ ക്ലിയർ മൗണ്ട് 0 ഔട്ട് FC 1 ഗൈസ്. അപ്പോൾ ഏതായാലും ഇതാ ഇനി വെർണർ ഇത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പോകുന്നു, പക്ഷെ നടന്നില്ല. ഇതാ കൗഫാൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു, പക്ഷേ ത്രോയിനിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഏതായാലും അവരിതാ നമ്മളേതായാലും നല്ല അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട്. എല്ലാത്തിനും കളിച്ചതിന് കുഴപ്പമില്ലാത്ത ഇന്റർസെപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ അവരും ചെയ്യുന്നുണ്ട്. അവർ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ടിക്കറ്റ് ആക്കൊണ്ട് അവരെ പോസ്റ്റിക്ക് ഒരു ഗോൾ കയറി മാത്രമേ ഉള്ളൂ. പക്ഷെ അവരും നല്ലോണം കളിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ഫൈനൽ ഞാൻ ഇട്ടാണ്. അതേമാതിരി ഈ സീസണിൽ ഞാൻ എല്ലാ മാച്ചുകളും ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാം കേട്ടോ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. എന്നാലും നമുക്ക് ഏത് സമയം വീഡിയോ ഇടാൻ പറ്റാം. ഇത് ലുക്മാൻ്റെ ഒരു ഷോട്ട് ഗോൾ ഗൈസ്. പിന്നെ ലുക്മാൻ്റെ സെക്കൻഡ് ഗോളും ആയിട്ടുണ്ട്. ഇവിടെ ലുക്മാൻ 2 ഗോൾസ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ലുക്മാൻ ഹിബോബി ഫോൾ ആക്കുന്നു. ഇവിടെ അവിടുത്തെ പ്ലെയറിന് പരിക്കായിട്ടുണ്ട്. ഒരു ചേഞ്ച് ചെയ്യുന്നു പ്ലെയറിനെ. ഹാഫ് ടൈം ആവാൻ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി. കുറച്ച് നിമിഷം മാത്രമേ ഉള്ളൂ ബാക്കി. ബോൾ എടുക്കാൻ നോക്കി, പക്ഷേ ത്രോയിലേക്കാണ് പോകുന്നത്. ത്രൂ കൊടുക്കാൻ നോക്കിയത് പക്ഷേ നടന്നില്ല. ലോങ് ഷൂട്ട് അടിച്ചു, പക്ഷെ പുറത്തേക്കാണ്. ഏതായാലും ഹാഫ് ടൈം ആയിട്ടുണ്ട്. ഇത് ഷൂട്ട് അടിച്ച ഹാഫ് ടൈം ആയി. പറഞ്ഞില്ല, ഹാഫ് ടൈം ആയിട്ടുണ്ട്. ഏതായാലും ഇതാ വെർണർ ഇന്റർസെപ്റ്റ് ചെയ്യാൻ നോക്കുന്നു, പക്ഷെ ബോൾ കിട്ടുന്നില്ല. നമ്മൾ 30 കോയിൻസ് എടുത്തിട്ട് എനർജി കിട്ടുകയാണ്. ന്യൂനമെൻറ്റസിന് എനർജി ഇല്ല. ന്യൂനമെൻറ്റസ് ആകത്തേക്കും ഹിബോബിക്ക് എനർജി ഇല്ല. എനർജി കൂട്ടിയിട്ട് ഹിബോബിക്ക് എനർജി ഇല്ല. അപ്പോൾ എന്താ ബോബലെ വെർണർ കൊടുക്കാൻ നോക്കിയാൽ പക്ഷെ അത് പുറത്തേക്ക് പോകുന്നു. എന്നാലും പക്ഷേ വീണ്ടും തിരിച്ചു പിടിക്കാൻ നോക്കുമ്പോൾ അവർ ഗോളിക്ക് ഇട്ട് കൊടുത്ത് അവരിങ്ങനെ വലിയ ബിൽഡ് ചെയ്ത് വരുന്നു. ആ ബിൽഡിന് ഹരിമഗോരക്ക് തടസ്സമിടാൻ വെച്ചു ഗൈസ്. പക്ഷേ അത് വീണ്ടും അവരുടെ കയ്യിൽ തന്നെ വരുന്ന ബോൾ ഡേഞ്ചർ. ഭാഗ്യം അവർ ഗോൾ കിക്ക് ആക്കുകയാണ്. ഫ്രീ പോസ്റ്റ് അവർ പുറത്തേക്ക് അടിച്ചാലാണ്. അതൊരു പ്രശ്നമാണ് അവർക്കൊക്കെ.
പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ഒരു വലിയ മിസ് അതാ കാര്യം. ഫ്രീ പോസ്റ്റിക്ക് അടിച്ച് ഇതേതായാലും ലുക്മാൻ്റെ ഒരു ഇത് നോക്കി നടന്നില്ല. അടിപൊളി ചാൻസാണ് അവർക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവരടിച്ച ഷൂട്ട് എനിക്ക് തോന്നിയത് ഏത് മര്യാദ വേൾഡ് കപ്പിൽ എംബാപ്പ അടിച്ചില്ലേ രണ്ടാമത്തെ ഗോൾ 2022 അതിൽ എംബാപ്പ രണ്ടാമത്തെ ഗോൾ അടിച്ചില്ല. അതേമാതിരി ഇപ്പോൾ തോന്നുന്നത് ഡക്കാബിൻ്റെ ഒരു അടിപൊളി ടാക്കിളുണ്ട്. അതെങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളിപ്പോൾ ഏതായാലും ഇതൊക്കെ കമൻറ്റ് ചെയ്യുക. ഡക്കാബി ഈസ് ദ മെയിൻ പ്ലെയർ ഓഫ് ഇൻ അവർ ടീം. ഹിബോബി ടു വെർണറിൻ്റെ ലോങ് ഷൂട്ട് പക്ഷെ ഗോൾ കിക്ക് ആവാണ്. ഇതിപ്പോൾ തന്നെ 84 മിനിറ്റ് ആയിട്ടുണ്ട്. ഏതായാലും വെർണർ എല്ലാ കളിയിലും ഇപ്പോൾ തുടർച്ചയായിട്ട് ഗോൾ അടിച്ചിരുന്ന പ്ലെയറാണ്. ഈ കളിയിൽ കൂടി നമുക്ക് ഗോൾ അടിപ്പിക്കാൻ നോക്കണം ഏതായാലും. പക്ഷെ ഞാൻ ലോങ് അടുപ്പിക്കാൻ നോക്കുകയാണ്, അതാ പ്രശ്നം. ലോങ് അടുപ്പിക്കേണ്ടിയിരുന്നില്ല. വെർണർ വീണ്ടും റൺ ചെയ്യണു. വെർണർ റണ്ണിങ്. അങ്ങനെ ഫുൾ ടൈം ആയിട്ടുണ്ട്. വെർണർ ഗോൾ അടിച്ചില്ലെങ്കിലും ലുക്മാൻ്റെ 2 അടിപൊളി 1-1 ഗോൾ ഉണ്ടായിരുന്നു. ലുക്മാൻ യെസ് ഗൈസ് മാൻ ഓഫ് ദ മാച്ച്. അതേതായാലും അങ്ങനെയുള്ളൊരു വരിക എന്താ ഗൈസ്, നമുക്ക് ചെറുതായിട്ട് നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഏതായാലും കുറച്ച് മുമ്പിലോട്ട് പോകാം. എന്നാൽ പിന്നെ കുറച്ച് നെറ്റ് കിട്ടിക്കോളും. കണക്ഷൻ്റെ പ്രോബ്ലം എന്തോ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ കരിയർ മാച്ച് കൂടി കഴിഞ്ഞിട്ടുണ്ട് നമ്മളത്. അപ്പോൾ 3 ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.